റംബൂട്ടാൻ്റെ സൈഡൊക്കെ മനോഹരമാക്കി കൊണ്ടിരിക്കുകയാണ്. സുഖമാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. റംബൂട്ടാൻ പ്രൂണിങ് നടത്താനായിട്ട് ഇവർക്ക് സാധിക്കും. എങ്ങനെ പറ്റുള്ളൂ ഞങ്ങക്ക്? ഇതാണ് പ്രൂണിങ്. ആന്റി എന്താ അവനെ കോമേഴ്സിന് ചേർത്തിയെ? അവൻ നല്ല പഠിക്കണ ചെക്കനല്ലേ? ആദ്യം പ്ലസ് ടു പഠിച്ചു കഴിക്കും. ആളുകള് ഇപ്പൊ കുറേ പേര് ചോദിക്കുന്നുണ്ട്. വീണ്ടും ചക്കമുട്ട എന്ന് പറഞ്ഞ ചക്കര വലിപ്പുള്ള മുട്ടയല്ല, അടുപ്പിൽ വെച്ചിട്ട് പഴിപ്പിച്ച് തോടാമ്പിലാക്കി ഇത് പിടിക്കും. നീ അപ്പുറത്ത് കിടന്നക്ക് ലാസ്റ്റ് അതിന് നന്നായി നോക്കും എന്നുള്ളതാണ് എൻ്റെ വാശി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഈ പ്രദേശത്തിൽ ഈ സൈഡ് റംബൂട്ടാൻ്റെ സൈഡൊക്കെ മനോഹരമാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാലത്തോട്ട് ചെയ്ത പണികളാണ് നോക്കിയേ. എല്ലാത്തിൻ്റെ കടയ്ക്ക് കണ്ടാ ഓരോ 1 2 3 നമ്മുടെ ഒരു നല്ല നല്ല പൂന്തോട്ടങ്ങളിലൊക്കെ കാണുന്ന പോലെയൊക്കെ ആക്കിയില്ല നോക്കിയേ. ആക്കി അങ്ങോട്ട് വരുന്നു. നല്ല പണിയാ. ഇന്നലെ ഇന്നും മഴ പെയ്യാത്ത കാരണം കൊണ്ട് ചെയ്യാൻ പറ്റി. കൊറോണത്തിനൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ വളമിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഒരു വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല സുഖമാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. എന്താ ഇത് വെയിലുണ്ടാവാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റംബൂട്ടാൻ്റെ ചില്ലകൾ വെട്ടിയ കാരണം ഇതിന് പ്രൂണിങ്. നമ്മള് സാധാരണ ഇപ്പൊ ഇവിടെ നല്ല സുഖമായിരിക്കാം, നല്ല തണലാന്നാണ് പറയാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലേ നോക്കിയേ, അടിപൊളിയില്ലേ? നല്ല ഇപ്പൊ ഇവിടെ വെയില് ഇങ്ങനെ അതുകൊണ്ട് നല്ല ചൂടാ ഈ സാധനം. ഇല്ല ഇപ്പൊ ചൂടൊന്നുമില്ല. എന്റെ കൈ നോക്കി എന്തൊരു ചൂടുണ്ട്. കണ്ട ചൂടുണ്ടാ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഇത് ഞാനിത് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരു പണി കൊടുക്കണം. ഇവർക്ക് രണ്ടുപേർക്കും റംബൂട്ടാൻ പ്രൂണിങ് നടത്താനായിട്ട് ഇവർക്ക് സാധിക്കും. എങ്ങനെ പറ്റുള്ളൂ ഞങ്ങക്ക്? ഞാൻ പ്രൂണിങ് നിന്നിട്ട് വെട്ടണ മറ്റേ സാധനത്ത് കയറിന്നിട്ട് ഇത് ഇങ്ങനെ കാണിക്കണം. മറ്റേ സാധനത്ത് ആ കോണി മറ്റേ ഈ ലാഡർ കയറിയിട്ടത്. ഞാൻ പ്രൂണിങ് നടത്തിയപ്പോഴല്ലേ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞത്. നിങ്ങൾ പ്രൂണിങ് നടത്തിയപ്പോൾ അതിന് തല മാത്രം തുമ്പ് മാത്രം നൈസായിട്ട് കട്ട് ചെയ്ത് പോയിക്കോ. അല്ലെ പിന്നെ ഞാൻ കയറി നിന്നിട്ട് എനിക്ക് പിടിച്ചു തരൂ. ചില്ലകൾ താത്തി തരണം. അത് ചെയ്ത് തരാം. അപ്പൊ മുകളിൽ കയറി നിൽക്കുമ്പോ ചില്ല താഴ്ത്തി തരണം. അത് ചില്ലകൾ ഞാൻ താത്തി പിടിച്ചു തരും. നിങ്ങൾ ആക്കി തന്നാൽ വെട്ടണം. അത് ഇതിന്റെ ചില്ലകൾ നിങ്ങൾ രണ്ടുപേരും വെട്ടിയേ. അപ്പൊ ഞാൻ ആ ഒരെണ്ണത്തിന് കൂടി ഇത് വെക്കിട്ടെ. അല്ല മോനെ, ആ സാധനം കൊണ്ടല്ലേ വെട്ടേണ്ടത്. അത് മനസ്സിലായി പല്ലിതാവാ കാണിച്ചു തരാം. അത് മനസ്സിലായി. ഇങ്ങനെ താത്ത കാണിച്ചു തരാം. മനസ്സിലായിന്ന്. ഇത് എന്തത് അത് ഉണങ്ങും. നീ നിങ്ങനെ പിടിച്ചെന്നാ. നീ നിങ്ങനെ പിടിച്ചെന്നാ. ജഗുവിന് കാണിച്ചു തരാട്ടാ. പിടിച്ചു ചില്ല. രണ്ട് പിടിച്ചു ഒടിക്കരുതട്ടാ. നീ പൊന്തി പോകുന്നില്ല. ഇതൊക്കെ കാണിച്ചു തരാം. അതെ, ഇതാണ് പ്രൂണി. കേട്ടാ നിന്റെ കയ്യിലൂടെ ഇല്ല. പേടിയാവാ. എന്താ പിന്നെ ഇത്രക്ക് ഹെൽമെറ്റ് വല്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ട് വേണം അവിടെ നിൽക്കണമെങ്കിൽ. ഇത്രയൊക്കെയുള്ള പ്രൂണിങ് കേട്ടാ. ഇത് ചെറിയ ഇതാണ്. ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാനേ പറ്റില്ല. സരിത കൈ മാറ്റിയുള്ള. അയ്യോ ഇല്ലേ, പുളിയുറുമ്പ് കയറുണ്ട്. പുളിയുറുമ്പ് കയറട്ടെ. വിട്ടെ. ഇത് കഴിഞ്ഞു. കാരണം എത്രയുള്ളോ കഴിഞ്ഞു. അപ്പുറത്തെ സൈഡിൽ ഒരു 2 കൂടി വെട്ടാണ്ട് കഴിഞ്ഞു. ഇതൊരു ചെറിയ റംബൂട്ടാൻ കേട്ടാ. ചാർലിയെ മനസ്സിലായില്ലേ? ചാർലിക്ക് മനസ്സിലായ കാര്യം കേട്ടാ. ഇത്രയുള്ള മുട്ടലല്ലേ വെട്ടല്. ഇനി ഇതുപോലെ ഇതിന്റെ വെട്ടാനായിട്ട് നോക്കിയാ ഈ സാധനം കയറ്റണം. കാണിച്ചാൽ ഇത് പിടിച്ചാലേ ശരിയാവുള്ളൂ. നമ്മൾ ഇത് പൊട്ടിച്ചാൽ മാത്രം പോരല്ലോ. നമ്മളിതിൻ്റെ പ്രൂണിങ് നടത്തണമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കാണിച്ചിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ പൊക്കി ഇത് ചില്ലേ ജഗ്ഗുവാ ഇങ്ങനെ താത്തി പിടിച്ച് നിൽക്കണം അച്ഛന്. അപ്പോൾ അത് വെട്ടാം. താത്തി പിടിച്ച് നിൽക്കാൻ പറ്റും നിനക്ക്. ഇത് അപ്പുറത്ത് കയറി നിന്നിട്ട് താത്തി പിടിച്ച് ഒടിക്കരുതിട്ടാ. അപ്പോൾ സ്ലോ മോഷനിലാണ് ഒക്കെ. എൻ്റെ ആവശ്യം പറഞ്ഞോളൂ. അതുവരെ ഞാനിവിടെ ക്ലീൻ ചെയ്തോ എല്ലാം ഭംഗി. അവിടെ ഇതേ നീ കൈ അവിടെ വന്നാൽ മതി. അവിടെ നിന്നാൽ കുഴപ്പമില്ല കേട്ടാ. സോഫ്റ്റ് പ്രൂണിങ് നടത്തുന്നുണ്ട്. നീ എന്നെ ചീത്ത പറയരുത്. മര്യാദയ്ക്കുള്ള കാര്യം ചീത്ത പറയില്ലല്ലോ. മര്യാദയ്ക്ക് ഞാൻ ചെയ്യണത് മോളിൽ കയറിക്കാം. അവിടെ നിന്ന് അങ്ങനെ നോക്കണ്ടേ ജഗ്ഗോ കുറേ എണ്ണം കട്ട് ചെയ്ത് കളയാം. ഈ നമുക്ക് വലിയ തോട്ടൊക്കെ ആണെങ്കിൽ മറ്റേ ഇതിൻ്റെ ഒരു തോട്ടിൻ്റെ അതുകൊണ്ട് ഇത് ഇങ്ങനെ വെറുതെ കാണിച്ചു കഴിഞ്ഞാൽ അടിപൊളിന്. അവിടെ ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് പ്രൂണിങ് നടത്തിയതാ ഒറ്റയ്ക്ക്. വിട്ടോ
ഇനി അതിൻ്റെ മുകളിലാണ് ഇനി ആ ചില്ലിയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൂണിങ്ങിൻ്റെ ഒപ്പം ചെയ്യണം. ഇമ്രാൻ നമുക്ക് എടുക്കണ്ടല്ലോ. ഫസ്റ്റ് ഡേ പോയപ്പോ എന്തിനാണ് തോന്നിയേ ക്ലാസ്? ആ ജഗുവിന് ക്ലാസ് ആയിരുന്നു. ജഗുവിന് ഇന്നോട്ട് ക്ലാസ് ആരംഭിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞ് 12 മണി വരെ നടന്നേ. 1 മണി അത് നമുക്ക് കയറുന്നോട്ട് കുഴപ്പമില്ലല്ലേ. 1 മണി വരെ. ജഗുവിന്റെ കൂടെ ട്യൂഷൻ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയുണ്ട്, ധ്യാൻ കൃഷ്ണ. ഇവിടെ അടുത്തുള്ളതാട്ടാ. പേര് പറയണ്ട, എന്തേ നല്ല പേരല്ലേ ധ്യാൻ കൃഷ്ണ. അപ്പോൾ ആ കുട്ടി ഇന്നാണ് അറിയണേ. അവനും സെൻറ് തോമസിൽ കോമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചേർന്നു. അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടേ, വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കോണ്ടാക്റ്റിൽ സേവ് ചെയ്തിട്ടുള്ളവരുടെ നമ്പർ നമുക്ക് പേരിങ്ങനെ വരുമല്ലോ. അപ്പോൾ കണ്ടപ്പോൾ ആ കുട്ടിക്ക് അത്ഭുതപ്പെട്ടിട്ട് അത് വിളിച്ചു നിന്നിട്ട് എൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അവന് വിശ്വാസം വരുന്നില്ല എന്ന് ജഗ്ഗു കോമേഴ്സിന് ചേർന്നതിന്. ആൻറ്റി എന്താ അവനെ കോമേഴ്സിന് ചേർത്തിയേ? അവൻ നല്ല പഠിക്കണ ചെക്കനല്ലേ, എന്നിട്ട് എന്താ അതിന് ചേർത്തി? എനിക്ക് വിശ്വാസം വരുന്നില്ല. അവൻ സയൻസ് എടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ ആ കുട്ടി പറയാം. അപ്പോൾ ജഗ്ഗു എന്നോട് ഫോൺ വെച്ചപ്പോൾ ചോദിക്കുക, അതെന്താ പഠിക്കാത്ത കുട്ടികൾ എടുക്കണ ഇതാണോ കോമേഴ്സ് എന്ന്? അങ്ങനെയാണോ? അങ്ങനല്ല. മാർക്കുള്ള കുട്ടികളൊക്കെ സയൻസ് ഗ്രൂപ്പ് എടുക്കും, പഠിക്കും. സയൻസ് ഗ്രൂപ്പ് എടുത്താലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 കഴിഞ്ഞാൽ വേറെ ഏതിലേക്ക് വേണമെങ്കിൽ പോവാം. നീ ഇപ്പോൾ CA പഠിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ കോമേഴ്സ് എടുത്തേ. നിനക്കിപ്പോൾ ഈ 2 വർഷം +1 +2 പഠിച്ചു കഴിയുമ്പോൾ കോമേഴ്സ് വേണ്ടാന്ന് തോന്നി, വേറെ വല്ലതും പഠിച്ചാൽ മതി എന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇത് പഠിച്ചതിന് BCom അല്ലെങ്കിൽ CA CMA CS പോലത്തെ കോഴ്സുകൾക്ക് പോകാൻ പറ്റുള്ളൂ. അതേസമയം സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇപ്പോൾ കാജു സയൻസ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് CAക്ക് ചേർന്നില്ലേ. അപ്പം അതുപോലെ പിന്നെ അതല്ല ഇനിയിപ്പോൾ BSc എടുക്കണം അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനെ മറ്റേനെ പോകണം വെച്ചാൽ ഏതിന് വേണമെങ്കിലും പോകാൻ ഓപ്ഷൻസ് ഉണ്ട് അതാവുമ്പോൾ. അതുകൊണ്ടാണ് കൂടുതൽ ഹിസ്റ്ററി എക്കണോമിക്സ് അതൊക്കെ പോയിടേ ഇപ്പോഴും. ഇപ്പോഴാ അല്ല കോമേഴ്സ് എടുത്താലും പോയിടേ. അതൊക്കെ പോവാം. ആദ്യം +2 പഠിച്ചു കഴിക്കും. ഞാനവിടെ നമ്മുടെ ചേട്ടൻ കോമേഴ്സ് അല്ലേ പഠിച്ചേ? വല്ലവരും പഠിക്കുവോ? ഞാനും കോമേഴ്സ് പഠിച്ചേ. ഈ സാധനം ജഗ്ഗു തന്നെ ചരിത്രം ആവർത്തിക്കുന്നു. ഈ സാധനത്തിന് അടിയിൽ വെച്ചു. ഇവിടെ വരണോണ്ടിൻ്റെ അവക്കാടോ കേട്ടാ. അതിന് വെക്കട്ടെ. നീ തോരന്ന് വെക്കാൻ കുറച്ച് സമയം പിടിക്കേ. നമ്മൾ ഇവിടെ വെച്ച പോലെ ഇവിടെയും വെച്ച് തുടങ്ങിയിട്ടാ. കണ്ട ഇവിടെ കുറച്ചെണ്ണത്തിന് വെച്ചു. ഇതിനൊക്കെ ഞാൻ വെച്ചു. കണ്ട ഒന്ന് ഈ ചെടിക്ക് വെച്ചു. സരിത പറഞ്ഞ് ഈ ചെടിക്ക് വെക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വെച്ചപ്പോൾ ഇവിടെ ഒരു വൃത്തികേടായിട്ട് കിടന്നു പുല്ല. അപ്പോൾ ഇത് വെച്ചു, ഇതിന് വെച്ചു, ഈ ലോങ്ങിന് വെച്ചു, ഈ റംബുട്ടാൻ വെച്ചു. ഈ പ്ലാവിന് വെക്കണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. പ്ലാവിൻ്റെ തടി പിന്നെ ഈ സരിതര അരിനെല്ലിൻ്റെ അതിന് വെക്കണം. കേട്ടാ ചെറുതാണ്, ഇപ്പോൾ നട്ടല്ലല്ലോ. അങ്ങനെ എല്ലാത്തിനും വെച്ച് പോണ്. വയ്ക്കുമ്പോൾ ഭംഗിയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഗുണം. പുല്ലടിക്കുമ്പോഴാണ് ഭംഗി വരുന്നിട്ട് തരുതാ. ജഗ്ഗോ നിനക്ക് പണിയില്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ അച്ഛന് ഓരോന്നെടുത്ത് കൊണ്ടേ അവിടേക്ക്. അതെടുത്ത് കൊണ്ടുവച്ചോടുത്ത ഉണ്ണിയച്ഛനെ. അത് വലിയ വെയിറ്റ് ഒന്നും ഇല്ല, കാരണം അത്രയ്ക്കൊന്നുമില്ല. പൊട്ടിക്കാണ്ട് കൊണ്ടേ പൊട്ടിക്കാണ്ടേ. ആളുകൾ ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് വീണ്ടും ഈ സാധനം 62 രൂപ ഇന്നലെ വന്നൊരു പറയാ അവരവിടെ ഈ സാധനത്തിന്. സരിത അതെ വരുന്നു. ഇന്ന് പിന്നെ പുളി ഉറുമ്പൊന്നുമില്ല നമുക്ക് കടിക്കാനായിട്ട്. ഇടരുത് കേട്ടാ, ഇട്ട് കഴിഞ്ഞാൽ പൊട്ടും. അവിടെ വെക്കാം. എളുപ്പമുള്ള പണിയില്ല ഇതൊക്കെ. കോഴിക്കൂട് വെളുപ്പാക്കാണ്ട് ചക്കയാണല്ലോ നമ്മളെ കോഴികൾക്ക്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് തീറ്റ വേറെ ഒന്നുമില്ല. ഇടുന്ന മുട്ടകളൊക്കെ ചക്കമുട്ടയാണ്. ചക്കമുട്ട എന്ന് പറഞ്ഞാൽ ചക്കര വലിപ്പമുള്ള മുട്ടയല്ല, ഈ കോഴിമുട്ട തന്നെ. പക്ഷേ ചക്ക മാത്രം കഴിച്ചിട്ട് ചക്കര മുകളിൽ നിന്ന് വീഴുന്ന ചക്കകൾ മാത്രം കഴിച്ചിട്ട് ഉണ്ടാവണം കോഴിമുട്ടയാണ്. വേറെ ഒറ്റ തീറ്റ ഞാൻ കോഴികൾക്ക് കൊടുത്തിട്ടില്ലേ. അപ്പം ചക്കക്കുരു ഉണ്ടോ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മുട്ട കിട്ടണല്ലോ ചേട്ടാ. മുട്ടയിലേ ചക്കക്കുരു ഉണ്ടോ നോക്കാൻ അത് നോക്കാം. കമന്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കിട്ടണല്ലോ, അതാണ് തനി. അപ്പം കഴിഞ്ഞു, ചക്ക കഴിഞ്ഞു, പ്ലാമ്പലത്തെ കഴിഞ്ഞു. ഇനി തിരിച്ച തീറ്റയും കൂടി വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ശരിയായില്ല.
പിന്നെ കുറേ അത് ഇതൊക്കെ ഉണ്ട്, ഉണ്ണിപ്പിണ്ടിയൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ പറയുമ്പോ സൂക്ഷിച്ച് സംസാരിച്ചോളൂട്ടാ. എന്താ ഏയ് ഞാൻ സംസാരിക്കുന്നതിൽ എന്തുട്ടാ പാകത? നമ്മുടെ ഈ സാധനം 2 മരം ഉണ്ട് കേട്ടോ, അടിപൊളി മരങ്ങളായിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ജാതിയാണിത്. അതാ ഇതിൻ്റെ അല്ലേ ഇത് അവക്കാടോ കേട്ടോ. ഇതിൻ്റെ അല്ല നോക്കിയാൽ വളരെ ചെറുത് മണ്ണുത്തി നല്ലതാണ് കേട്ടാ ഇത്രയ്ക്ക്. പക്ഷേ ഈ അവക്കാടര അല്ല നോക്കിയേ, ഇത് നീളം ടൈപ്പ് അല്ലേ കണ്ടാ, നല്ല വലിപ്പം. ഇതിൻ്റെ അലിയും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ കണ്ടാ, എന്ത് വ്യത്യാസം നോക്കിയേ. 4 വലിപ്പുണ്ട് ഈ അല്ല സരിത. അപ്പോൾ ഇത് ചിലപ്പോൾ വേറെ ടൈപ്പ് അവക്കാടയാവും, ഉണ്ടായി കഴിഞ്ഞാൽ ഭാഗ്യം. ഇതിവിടെ നീ കൊണ്ടു വയ്ക്കുന്നത് എവിടെ കൊണ്ടു വെച്ചാലും കുഴപ്പമില്ല, ഇവിടെ മരത്തുണ്ടല്ലോ. ഇതിമ്മ നിറച്ച് ഓറഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഞാൻ വളർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ദൈവം സഹായിച്ച് വായിലേക്കാൻ കൊള്ളില്ല കേട്ടാ, യാതൊരു വക ടേസ്റ്റും ഇല്ല. ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം, വെറുതെ കാശ് പോയില്ല ഇത് വെച്ചിട്ട്. 5 4 2000 കൊടുത്ത് 4 വെച്ചു. ഒഴിച്ച് ബാക്കി 3 നമ്മൾ വെട്ടിക്കളഞ്ഞു. ഒരെണ്ണത്തിന് 500 രൂപ ഈ സാധനത്തിന് കേട്ടോ വില, 500 രൂപ. പക്ഷെ ഇപ്പൊ അതിന്റെ തൈകൾ എവിടെയും ചേട്ടാ. ഇത് മനസ്സിലായി, ഇത് പൊട്ട സാധനം. ഓറഞ്ച് വീണത് പഴുത്തത് ചേട്ടാ. ഇപ്പൊ ഈ നഴ്സറികളിൽ ഇല്ലേ ഇപ്പൊ ഇത് ഇല്ലേ? ഒരു നഴ്സറിയിലും ഇതിന്റെ തൈ ഇല്ല. ഒരു കത്തി തോന്നുന്ന മുറിച്ച് കാണിച്ചു തരാം. ഒരു കാര്യം ചെയ്യാം, കത്തിയണ്ട കൈക്കോട്ടൊന്നും വേണ്ട. കണ്ടാ ഇങ്ങനെയാണ് ശരിക്കുന്ന നാരങ്ങര മണം തന്നെ. കണ്ടാ നോക്കിയേ, നാരങ്ങര മണം തന്നെയല്ലേ. നോക്കിയേ സരിത, നോക്കിയേ ഇതിന് ചാറ് നോക്കിയേ. പുളി അത്രയും പുളിയ സാധനത്തിന്. ഇതാണ് ഇതിൻ്റെ ഓറഞ്ച്, ഇത് പഴുത്താണ് കേട്ടാ. കേട്ടോ അങ്ങനെ നമ്മുടെ ഇതിൻ്റെ കൂടി വെക്കാൻ പോവാണ്. ഉയരം കൂടുതലാണ്, അപ്പോൾ നമ്മൾ കറക്റ്റ് ആക്കണം, അല്ലെങ്കിൽ ഭംഗിൻ്റെ ആവില്ല. പിന്നെ എല്ലാം ഞാൻ വെച്ചോണ്ടൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട്. സാധാരണ എല്ലാവരും പറയും ഞാൻ ചെയ്ത പണിയെടുക്കുന്നു ഭംഗി ഉണ്ടാവില്ലെന്ന് പറയും, ഇല്ലേ സരിത? ഓക്കെ ഇല്ലേ, ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തേക്കും അകലം കണക്കാണ് കേട്ടോ. എല്ലാത്തിനും അങ്ങനെ പറയില്ല. ചില വേരുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരും. അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ചില സാധനങ്ങളെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ കാരണം നന്നായിട്ടാണ്. ഈ ചാക്കിൽ അല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ മണ്ണ് ഇങ്ങനെ ആക്കണ കാരണം സുഖമായി. അത് തന്നെ അവിടെ പുല്ലിൽ നിന്ന് മണ്ണ് കിടക്കില്ലേ. ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉറച്ച് വൃത്തിയാവും. അയ്യോ അല്ല, അങ്ങനെ ബ്രസീൽ പുറത്തായി എന്ന് പറയാ. ബ്രസീലേ പുറത്തായി, ഭയങ്കര കഷ്ടമായി. ബ്രസീലിലൊരു ദുഃഖിച്ചു, നോർവേയിലുള്ളൊരു ആഘോഷിച്ചു. ആ ഭാഗത്ത് വെട്ടാൻ പോണാരാ അവിടെ ഞാൻ അടിച്ചിട്ടില്ല. എവിടെ? അല്ല അതിൻ്റെ അവിടെ റംബൂട്ടാൻ്റെ അവിടെ. അവിടെ ഇപ്പോൾ വെട്ടാം. അങ്ങനെ ഇത് കഴിഞ്ഞു. അവിടെ ആ പ്ലാവിൻ്റെ അടയ്ക്കൊന്നും വെക്കില്ലേ? ആ പ്ലാവിന് വെക്കുന്ന നോക്കട്ടെ, ഒറ്റ എണ്ണ നോക്കിയിട്ട് പോവാം, അല്ലെങ്കിൽ മണ്ടയിലേക്ക് പോകാൻ പറ്റാ. ആദ്യം ഇവിടെ ഉള്ളത് വെച്ച് കഴിട്ടെ, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടയിന് ബാക്കിയുണ്ടോ നോക്കിട്ട്. കട്ടയിൻ്റെ ബാക്കിയുണ്ടോ നോക്കിയിട്ട്. ജഗ്ഗുവിനൊരു പണി തരാച്ചാ, ആ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇല്ലേ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടിയിട്ടുണ്ട് കണ്ടേ. ഇതിന് ഒരു ഓട്ട കുത്തണം, ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ടേ മറ്റേ സാധനം പൈപ്പ് ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓരോ കുത്തു കൊടുക്കും, ഓരോ ഓട്ട. 2-3 ഓട്ട വയ്ക്കാം. പറ്റുമോ? കൈ പൊള്ളിക്കുമോ? അല്ലെങ്കിൽ ഞാൻ പൊള്ളിക്കാം. അല്ല ഞാനാക്കാം ഗ്യാസ് അടുപ്പ് കേട്ടോ. വാചകം ഗ്യാസ് മുറ്റിയെടുക്കാൻ പാ. ഇടുവാ ഇവിടെ കണ്ട, ഇത്രയ്ക്ക് കട്ടയ്ക്ക് വേണ്ടിയിട്ട് കണ്ട നമ്മുടെ കയ്യിൽ ഇതും ഇത്രയും കട്ടയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. കുറേ എണ്ണത്തിന് വേണ്ടി വെക്കാണ്ട് വാ, തല പിടിച്ചേ ഗ്യാസ് മുറ്റി. അതിന് ഓട്ട കുത്തിയ അത് തുളച്ചോ പോവോന്നറിയില്ല. കാരണം ഡ്രാഗൺ ഫ്രൂട്ട് മുകളിലേക്ക് തല ഉയർന്നു, പിന്നെ ഇത്രയ്ക്ക് ഉയർന്നു, ഒരടിക്ക് ഉയർന്നു ഇല്ലേ സരിത? ഇനിയിപ്പോൾ താളാറായി. ഇപ്പം എല്ലാവരും പറഞ്ഞു അതിന് ഓട്ട കുത്തു എന്ന് പറഞ്ഞു. ഞാനത് മറന്നിട്ടല്ല, എല്ലാ പണിയിലൊപ്പം അതും നടക്കട്ടെ. ഇതിവിടെ ഫിലോസാനാട്ടെ, ഫിലോസാൻ അവനൊരു വയ്ക്കണം.
നമ്മുടെ ഈ മറ്റേ കത്തിക്ക് മൂർച്ച കൂട്ടുന്ന സാധനം കേട്ടാ. ഇതുകൊണ്ട് ഞാൻ കുത്താൻ പറ്റുന്നോട്ടെ പഴുപ്പിച്ചിട്ടത്. ഇതിപ്പോൾ നമ്മൾ അടുക്കളയെന്നേ സരിത, ഇത് അടുക്കളയെന്ന് ഞാൻ കൊണ്ടുവന്ന് കുത്തി അവിടുന്ന് ഇത് പഴുപ്പിച്ച് കുത്തി കൊണ്ടുവന്നു. പക്ഷേ അത് തുളയുന്നില്ല എന്ന് കാലത്ത്. അടുക്കള അപ്പോൾ ഇവിടെ തമ്മിൽ ചൂടാറാ. അപ്പം അത്രയ്ക്ക് ചൂടായിട്ടുണ്ടാവുള്ളോ? നല്ലോണം പഴുക്കണം കേട്ടാ. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കിയാൽ ഒരു ഉയരം നോക്കിയാൽ ഒന്ന് കാണിച്ചു കൊടുത്തരുത്. അതിൻ്റെ ഉയരം മുകളിലേക്കുള്ളത് താഴാറ ഇറങ്ങി കാണിച്ചു കൊടുക്ക്. ഞാനല്ല ക്യാമറ ഇരിക്കണ അവൻ്റെ കാണിച്ചു കൊടുക്കുന്നേ അവിടെ. നീ ചൂണ്ടിച്ച് കാണിച്ചു കൊടുത്തല്ലേ കാര്യമല്ലോ. കണ്ട ഞാൻ കൊണ്ടുപോകാൻ പോവാണ് കേട്ടാ. തുളയ്ക്കാൻ പോവാണ്. തുളയ്ക്കട്ടെ. അത് ചൂടായിട്ടില്ലെന്ന് തോന്നുന്നു ചേട്ടാ. നോട്ടെ ഇത്രയ്ക്ക് ആയിട്ടില്ലെങ്കിൽ പിന്നെ വീടാക്കാം. എന്താടാ അത് ഇതിൻ്റെ അടിയിൽ ഇതിൽ വെള്ളം ഉണ്ടാവേ. ഓം ക്രീം കാളി ക്രീം. അയ്യോ സ്ലിപ്പ് ആവാറായി. അത് ചൂടായിട്ടില്ല ചേട്ടാ. ചൂടാവാത്തല്ല അതിന് മോനിയില്ല. അത് നല്ല പഴുത്തിട്ടിരിക്കണമെങ്കിൽ അതങ്ങനെ സുഖമായിട്ട് കയറി പോകും സ്മൂത്തായിട്ട്. വെറുതെ തൊടുമ്പോഴേക്കില്ലേ ഇതപ്പം പഴുകാനാ ടീമിലാണ് കഴിക്കുന്നത്. വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെച്ചനല്ല അതും ചെയ്യുമ്പോഴത്തേക്കും ആവണം. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണ പോലെ വേഗം ആവണം എന്നില്ലല്ലോ. അത് ഇതെന്തൊരു ഇത് ഇരുമ്പ് തന്നെയാണോ? ഇത് വേറൊരു ലോഹാന്നുകൊണ്ട് കത്തിമുറിച്ച് വിടുന്ന സാധനമാണേ. എൻ്റെ ദൈവം പണ്ട് കാലത്തൊക്കെ ഓരോ മക്കളൊക്കെ ഓരോ കുറുമ്പ് കാണിക്കുമ്പോൾ അച്ഛനമ്മമാർ ചട്ടകം ഒക്കെ അടുപ്പിൽ വെച്ചിട്ട് പഴിപ്പിച്ച് തൊടമ്പിലൊക്കെ വെച്ച് എത്രയോ സംഭവങ്ങളുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അനുസരിക്കാണ്ട് നമ്മളേ നോക്കിക്കോട്ടെ. വഴുത്തി പോവാണെങ്കിൽ പോട്ടെ. മറ്റേ കമ്പിയില് ചേട്ടാ വാർക്കൊക്കെ ഉപയോഗിക്കുന്ന കമ്പി അതാണ് വേണ്ടേ റൊട്ടി ഉണ്ടാക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി അപ്പൊ ഉരുകുണ്ട് കണ്ട പുക വരണണ്ട. ഒരു ചെറിയ പാട് വന്നു ഒരു കുഴി. ഇതിപ്പോ എനിക്ക് പ്രാന്തത്തിന്റെ പരിപാടിയാ. ക്ഷമയുള്ള ആൾക്കാർ ചെയ്യേണ്ടതാ. അതന്നെ ജഗ്ഗു ചെയ്തോളൂ എന്ന് വെച്ചാ ചേട്ടന്റെ പണി നോക്കിക്കോ. നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വെട്ടാം. അവൻ ചെയ്തോളൂ സമാധാനം. ചെയ്യോ അവൻ ചെയ്തോളൂ. പതുക്കെ ഇരുന്ന് അങ്ങോട്ട് ചെയ്തോട്ടാ. കൈ പൊള്ളിക്കരിക്കോട്ടാ. ഒരു നല്ലൊരു ഓട്ടം കൊടുത്താൽ മതി. കണ്ട അതെ ഇനി ചെയ്യേണ്ട വിധം മനസ്സിലായില്ലേ? ആ മുന്നേ വെച്ചോടെ തന്നെയാണോ? കൈമ തുള്ളികൾ തെറിക്കുന്നു. അതിന്റെ ഉള്ളിൽ വെള്ളം നിക്കില്ലേ? വെള്ളം വീണതാ. ഓട്ടയെ വീണ്ടപ്പോ ഓട്ടയില്ലേ ഞാൻ തിരിച്ചു കൊടുത്താൽ മതി. കൈമലിക്ക് തെറിക്കട്ടെ. അല്ല തുള്ളി ഇത് ആദ്യം തന്നെ ഓട്ട കുത്തിയിട്ട് അരിക്ക് വയ്ക്കണ്ടായിരുന്നു. സരിത ഇത് കെട്ടണ്ടായിരുന്നു. ഇപ്പോൾ ഓട്ടയിട്ടില്ലേ? ഇത്തിരി കയറിയിട്ടുണ്ട്. ഒരെണ്ണം ഓട്ടയ്ക്കിട്ട് പോവാൻ ചിട്ടാ. ഓട്ട വരുന്നില്ലേ ഉണ്ണി അവിടെ ചേർത്ത്? മാർക്ക് കൊണ്ടുവരട്ടെ ലാസ്റ്റ്. അതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഇത് ഈ പറഞ്ഞ പോലെ ഈ മെറ്റല് വേറെ എന്തോ ആണ്. ടയറാണ് കമ്പിയും. ഇത് ഊരുമ്പേ. അതാ ഞാൻ പറഞ്ഞത് നമ്മള് വാർക്കയ്ക്ക് ഉപയോഗിക്കുന്ന കമ്പി കഷ്ണങ്ങള് ഒറ്റ കുത്തു കൊടുത്താൽ മതി. അവിടെ വാർക്ക് ചൂടായി. അല്ല ഇതിപ്പോ കണ്ട ചൂടാക്കുമ്പോ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. മറ്റേതാവുമ്പോ പറ്റം പിടിക്കാൻ പറ്റില്ലല്ലോ. മതി തോറ്റു പിന്മാറില്ല. ആ സാധനം മുഞ്ചിയ സമയത്ത് എനിക്ക് അത് ചെയ്യാം. അപ്പൊ നമുക്ക് റംബുട്ടാൻ്റെ പ്രൂണിങ് നടത്താം. വേറെ കമ്പീൻ്റെ നോക്കി ചേക്കോ. ശരിയാവണ്ടാ? അത് ശരിയായിക്കോളൂ. അത് മെല്ലെ ക്ഷമോടെ ചെയ്യണം. അല്ലാണ്ട് വെറുതെ ഒരു സമയം ഒരു സെക്കൻഡ്. ജഗ്ഗു അച്ഛൻ പറഞ്ഞേട്ടാ ക്ഷമയോട് കൂടി ചെയ്യണമെന്ന്. ചേട്ടാ ഇപ്പൊ വെട്ടുമ്പോ ഇങ്ങനെ കേറി പോണ്ടിട്ടാ. അത്രക്ക് കയറ്റി വെട്ടണ്ട. അതെ എന്റെ ആവശ്യം വരുമ്പോ വിളിച്ചാ മതി. വരും. മറ്റേ എനിക്ക് പേടിയാ അതിൻ്റെ അടിയിൽ നോക്കുമ്പോ. ഒന്ന് താഴ്ത്തി പിടിക്കാനായിട്ട് പറ്റിയ സുഖമായിരുന്നു. താഴ്ത്തി പിടിക്കണമെങ്കിൽ ഒരെണ്ണം കൂടി വേണ്ട അങ്ങനത്തെ ലാഡർ. എന്നാൽ എനിക്ക് കയറി നിന്നിട്ട് താഴ്ത്തി പിടിച്ചു തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുവിധം ഞാൻ ആ സൈഡ് ആക്കാം അല്ലേ? ആ സൈഡ് ഭയങ്കര ഉയരണ്ടി. അതിൻ്റെ ദൈവമേ അത് പോണില്ല. മുറിയല്ലോ. അതെങ്ങനെ പറ്റാ? അതിനെയാണ് ഞാൻ ആലോചിക്കുന്നത്. പറ്റണത് മതി അല്ലാത്ത വിട്ടോ. ഇനി ഹൈറ്റിലാ മുകളില് ഇതവിടെ ഈ ചില്ലിന്ന് താഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെട്ടാം. അങ്ങനെ താഴ്ത്തി പിടിച്ചു. പുളിയുറുമ്പില്ലല്ലോ. പുളിയുറുമ്പൊന്നുമില്ലേ? അതാട്ടാ
പേടിക്കണ്ട. ഇത് ഉയരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത പോലെ നമ്മൾ നട്ടം തിരിയും. സാധനം ഉണ്ടായി കഴിഞ്ഞാലേ നമ്മളിത് പൊട്ടിക്കണ്ടേ. ഒരു മിനിറ്റ്. ആ ചില്ലമ്മ കുറേ ഉണ്ടല്ലേ പൊട്ടിക്കാനായിട്ട്, അല്ല വെട്ടിക്കാനായിട്ടില്ലേ. അയ്യോ നിന്റെ മോന്ത പോവും. അവിടെ നിന്നോട്ടെ. ഇനി പോട്ടെ. അതൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുള്ളതല്ലേ. വരണല്ലേ. ഒരു മിനിറ്റ് അങ്ങോട്ട് കിടക്കാം. ഇതാ പറയാനേ ഇത് റംബൂട്ടാൻ വെട്ടണ. ഇതില്ലേ ഇത്തിരി കൂടി താത്തണം. ഇതുമ്മ താത്തി പിടിച്ചാൽ ശരിയോടെ തരുത്. അപ്പം അത് അങ്ങോട്ട് പോവും. അതാ പറഞ്ഞത്. ഇതുമ്മ പിടിക്കേ, ഇതും പിടിക്കും. നീ അപ്പുറത്ത് കിടന്നക്ക്. നിന്റെ തലയിന്ന് വെട്ടില്ലേ. എന്തായി ചേക്കോ അവിടെ വല്ലതും നടക്കോ? സക്സസ് ആയാ? വിട്ടോ, വിട് 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 പതുക്കെ വിട്. ഞാൻ മുകളിലത്തി കൂടി വെട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞു തരുന്നതിൻ്റെ അവിടുത്തെ. അത് ഭയങ്കര ഉയരാ. അതിനാലോചിക്കേണ്ടത്. അതെ ഞാൻ പറഞ്ഞില്ലേ അറ്റത്തിങ്ങനെ അതൊക്കെ വലിയ തോട്ടങ്ങൾ വെട്ടണ കയ്യിലുള്ളോ സാധനം. അത് നമുക്ക് കാശ് കൊടുത്ത് നമുക്ക് ഈ നക്കാപ്പിച്ച സാധനത്തിന് 2 മരത്തിന് കുഞ്ഞി മരങ്ങൾ അല്ല. അത് തോട്ടിയടക്കുള്ളത്. അത് മാറ്റി തോട്ടി ഞാൻ അവിടെ ചോദിച്ചു നമുക്ക് മാങ്ങ പൊട്ടിക്കാനും ചക്ക ഇടാനും. അതൊക്കെ ഈ മറ്റേ ചാലക്കുടി മറ്റേ ഹൈറേ മറ്റേ ഈ മൊത്തം കൃഷി ചെയ്യണില്ലേ. അല്ല അങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് ആവശ്യമില്ലേ ഒരു തോട്ടിയൊക്കെ. തോട്ടിയും കൂട്ടി നല്ലത്. അതൊന്നുമല്ല. അത് ഞാൻ ആമസോൺ നോക്കി 2000 3000 എത്ര ഇങ്ങോട്ട് വില. അല്ല ആവശ്യമില്ലാത്തതിന് കാശുകൾ തന്നെ ചേട്ടന് താല്പര്യമുള്ളൂ. ആവശ്യമുള്ള സാധനം വാങ്ങിച്ചേക്ക് ഇഷ്ടമല്ല. അത് എത്ര അടി വീരുണ്ട്? അതന്ന് നോക്കി ഞാൻ പറഞ്ഞില്ലേ 24 25 അടി അങ്ങോട്ട് നോക്ക്. ഇത് അവിടേക്ക് എത്തില്ല. ഇപ്പൊ ചക്ക ഇടാൻ പറ്റില്ല. അപ്പൊ അത് നോക്കാം. മാങ്ങ പൊട്ടിക്കാൻ പറ്റില്ല. അതാകുമ്പോ വലത്തോട്ടി മൊക്കടക്കുള്ളതൊക്കെ നോക്ക്. നീ കുറച്ചുകൂടി വെട്ടാണ്ട് അത് വാങ്ങിച്ചിട്ടാക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായി തുളഞ്ഞ ജഗോ? ഞാൻ പപ്പടം കുത്തിക്കൊണ്ടിട്ടാ. നോക്കിയോട്ടെ. ഓട്ടയാവണില്ലടാ. ഓട്ടയല്ലോ. ഓട്ടയ്യാ പപ്പട കുത്തി ഉണ്ടാക്കിയോട്ടെ. ഇതല്ലേ പപ്പട കുത്തിയോണ്ട് ഒരു ഓട്ട കുത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിക്കോട്ടെ കുത്തിയാണ് ചിലപ്പോ ഓട്ട തുളയും. സരിതാ പപ്പട കുത്തിയോണ്ട് വെറുതെ ഒന്ന് കുത്തിയിട്ടേ ഒരു ഓട്ട ഒരു മണി ഉണ്ടല്ലേ ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടുത്തത് അതുകൊണ്ട് കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആവും തോണ്ട് നോട്ടെ. ഇതിൻ്റെ മുൻവശേ ഇതാവുണ്ട് തീ കനലാവുണ്ട് കേട്ടാ. എവിടെയാണ്? അതെ ഓട്ട കുത്തി കേട്ടാ. ഇത്രയുള്ള നോക്കിയേ. ഇതേ വെള്ളം പോരണ്ട, ചൂടുവെള്ളം. അതപ്പോൾ ഇരുമ്പല്ല, അത് വേറൊരു മെറ്റലാണ്. ഇത്രയുള്ള സംഗതി അല്ല. നോക്കിയോട്ടെ അടുത്തത്. അപ്പം ഇനി ഇല്ലാത്തതിൻ്റെ അപ്പുറത്തൻ്റെ ആക്കാം. വെള്ളം ഇന്ന് പോകണണ്ട മൂത്രമൊഴിക്കുന്ന പോലെ. അടുത്ത് നോട്ടെ ഏട്ടാ. അതപ്പോൾ വേറെ മെറ്റലത്. ഞാൻ അപ്പുറത്തെ എനിക്ക് പോട്ടെ. ഇതേ മാർക്ക് ജഗ് മാർക്ക് അച്ഛ ഓടി വരും. ഇതിലെന്നെ ഒരു തുള മണി തുളയ്ക്കണ. ഓരോ തുളയ്ക്കാം. അടുത്ത് തുളഞ്ഞു കണ്ടാ. ഇതിൽ വെള്ളമല്ലേ കഴിഞ്ഞു വെള്ളം. ഈ വേറെ പപ്പടം കുത്തി വാങ്ങിക്കാം. പപ്പടം കുത്തിക്ക് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വിലയൊന്നുമില്ല. പണ്ട് ഈർക്കിലി കൊണ്ടാ പച്ചീർക്കിലി. അമ്മ പപ്പടം കാച്ചുമ്പോൾ പച്ചീർക്കിലി കൊണ്ടുവരും. പച്ചീർക്കിലി തരുതേ. അറിയാം. അതാണ് എല്ലാ വീട്ടിലും ഇത് പപ്പടം കുത്തിയൊക്കെ പിന്നില്ലേ. ഓടാ പിന്നെ കൊടേര കമ്പിയില്ലേ. കൊടേര കമ്പി ഉപയോഗിച്ചോടുന്ന ഇപ്പൊ ഇത്തിരി മുറ്റല്ല തുളഞ്ഞു. അതിൽ വെള്ളം കെട്ടിക്കും. അത് കൊതുകൾ മുട്ടിടും. പിന്നെ ഇങ്ങോട്ട് തൂങ്ങണണ്ട. അത് ചെരിഞ്ഞിട്ടിരിക്കണണ്ട. ആ ചെരിവ് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അടുത്തന്നെ ഇതിൽ വെള്ളമില്ലേ എന്തുകൊണ്ട് തിരി വെള്ളമുള്ള ലാസ്റ്റ് ആക്കാൻ പോവാ. ലാസ്റ്റ് തുളഞ്ഞു. അപ്പം ഞാൻ അവിടെ വെള്ളം തീയോടെ തുളഞ്ഞു പോയോളൂ. ഇതിലത്തേക്ക് വെള്ളം കഴിഞ്ഞു. അങ്ങനെ പപ്പടം കുത്തി നാശമായി. പ്ലാസ്റ്റിക് കയറിയാക്കാം. നമ്മുടെ വീട് താമസമായ അന്നോട്ടുള്ള പപ്പടം കുത്തിയത്. എന്തൊരു ഭംഗിയായി സരിത അവിടെ ഇല്ലേ. മനോഹരമായി. ഇതൊന്നും ഞങ്ങളുടെ വടക്കേപ്പുറം
ഒരു വീടിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സൈഡ് വടക്കേപ്പുറം എന്ന് പറയുന്നുണ്ട് കേട്ടില്ലേ? അങ്ങനെയില്ലേ പറയില്ലേ? വടക്കേപ്പുറം ഏറ്റവും ഭംഗിയിൽ അടിച്ച് വൃത്തിയാക്കി കിടക്കണമെന്നല്ലേ പറയാ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. അങ്ങനെ വൃത്തിയാക്കി ഇടണം. എല്ലാ വശം വൃത്തിയാണോ? വടക്കേപ്പുറത്തിനാണ് പ്രാധാന്യം ഉള്ള പോലെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇമ്രാനെ കിടപ്പ് നോക്കിയേ, ഞാനിപ്പോൾ കഴുകും. ഇത് മേളക്കേട്ടാ കുളിപ്പിക്കാറായി. ആ ഞാൻ അവിടെ തന്നെ ഇടട്ടെ. ഫിലോസാന് ഒരെണ്ണം വെക്കില്ല. ഫിലോസാന് ഇവനൊരു തടം വെക്കില്ല. നമ്മുടെ റംബുട്ടാനേക്കാളും വളരെ വളരെ ടേസ്റ്റുള്ള സാധനമാണ് ഫിലോസാൻ. ഇവിടെ ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ട് പറയാ? അങ്ങനെ വെച്ച തെയ്യാണ് കേട്ടോ. ഒരു തെയ്യ അപ്പുറത്തും വെച്ചിട്ടുണ്ട്, ഒരു തെയ്യ് ഇപ്പുറത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന് നമ്മൾ വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. മെല്ലിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതിനൊരു കുഴപ്പം. അപ്പൊ ആ പ്രദീപിന്റെ അവിടേക്കുള്ളത് എത്ര കൊല്ലത്തിയതാവൂല്ലേ? അവരേ ഈ ചാലക്കുടി കലാപമണിയുടെ വീടിൻ്റെ അടുത്താണ് അവരത് വീട്. പരിയാരം കൂടപ്പുഴ എന്ന് പറഞ്ഞില്ലേ? അയ്യോ ഒരു പാട്ടില്ലേ സരിതേ? ആ പാട്ടേതാ മണിയുടെ? കൂടപ്പുഴ. ആ കൂടപ്പുഴ സ്ഥലം അവിടെയാണ് അവരെ സ്ഥലം. ഓടപ്പഴം പോലൊരു പെണ്ണ്. ആ ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി എന്ന് പറഞ്ഞ പാട്ടില്ലേ? ആ കൂടപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബർ പ്രദീപിൻ്റെ വീടിന്. പ്രദീപിൻ്റെ അവിടെ കുറേ ഫിലോസാണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. കുരു അടക്കം തിന്നാം. കുരു നമ്മുടെ ഈ ബദാമിൻ്റെ കുരു പോലെയേ അല്ലേ? ബദാമിൻ്റെ ഇല്ല ടേസ്റ്റ് തരുത? ബദാമ കപ്പലണ്ടിയുടെ അതിൻ്റെയൊക്കെ ടേസ്റ്റ്. കുരു അടക്കം തിന്നാം. പ്രത്യേക ടേസ്റ്റാണ്. അപ്പം പിന്നെ അതിൻ്റെ പാടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റംബുട്ടാൻ്റെ പോലെ തന്നെ റംബുട്ടാനൊക്കെ ടേസ്റ്റ് ഉണ്ട്. നീരൊക്കെ കൂടുതലാണ്, നീര് അല്ലേ? അപ്പോൾ അവൻ ഞങ്ങൾക്ക് കുറേ തന്നു അന്ന് ഫിലോസാൻ. അവരെ ഈ പുഴയോട് ചേർന്ന് ഏത് ചാലക്കുടി പുഴ എങ്ങനെയുണ്ട് വളഞ്ഞ് ഇങ്ങോട്ട് പോരുന്നത്. ആ പുഴയെ തൊട്ട് കരയിൽ തന്നെയാണ് ഇവൻ്റെ ഈ റംബുട്ടാൻ തോട്ടം. ഇതൊക്കെ പ്രളയം വന്ന ടൈമിൽ അതൊക്കെ മുങ്ങി ഇവരൊക്കെ അവിടുന്ന് മാറിയതാണ്. അങ്ങനെ ഫിലോസ എന്ന് പറഞ്ഞ സാധനം കണ്ടത്. അപ്പോൾ അന്ന് തൈ വാങ്ങിച്ചതാണ് ഞങ്ങൾ പോയിപ്പോൾ. പക്ഷെ വളർച്ച എന്ന് പറഞ്ഞ സാധനം ഇവർക്കില്ല. വെച്ച പോലെ നിൽക്കണത് അല്ലേ? ആ അന്ന് വെച്ച പോലെ തന്നെ നിൽക്കണം. ഇത്തവണയെങ്കിലും ഇപ്പോൾ ഒരു വളർച്ചയുണ്ട് കേട്ടോ. നല്ലൊരു പുതിയൊരു പോലെ ഒരു വളർച്ചയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി ചിലപ്പോൾ രക്ഷപ്പെടും തോന്നുന്നു. നോക്കട്ടെ. സെറ്റായി, അടിപൊളി. അതെ ഇത് കഴിഞ്ഞു. നീയേ ഒരു കാപ്പി ഉണ്ടാക്കിയേ. പക്ഷെ എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. സംഗതി ഇരുട്ടായി. കഴിഞ്ഞല്ലേ പണി? ഇവിടെ നിന്ന് അവസാനിപ്പിച്ചിട്ട് നീ വളം വീട്ടിലൊക്കെ ഞാൻ വളട്ടല്ലേ? മാടേരെ ഒരു ലക്ഷണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളം ഇവന് ഒരു പൊട്ട് വളർട്ട് കൊടുക്കുന്നുണ്ട് ഈ ചെടിക്ക്. അവന് ആഗ്രഹം ഉണ്ടാവില്ലേ അതൊക്കെ കിട്ടാനായിട്ട്. ഇത് നമ്മുടെ ലോങ്ങനാണ്. അതെന്താ അതിൻ്റെ ഇടയിലത്തെ ഭാഗം ഉണങ്ങി അതൊന്ന് വെട്ടി നിർത്തിയൊക്കെ ആയിരുന്നു. അപ്പം നിറയെ കൂമ്പ് വരില്ലേ? അതിന് മുകളിൽ നിറയെ കൂമ്പുണ്ട്, അല്ല പൂവുണ്ട്. ഇത് നമ്മുടെ റംബുട്ടാൻ, ഹാർഡ് പ്രൂണിങ് നടത്തിയ റംബുട്ടാൻ. അടുത്ത അടിപൊളിയായിട്ട് ഉണ്ടായിക്കോട്ടെ. കൂമ്പെടുത്തു കലക്കനായിട്ട്. ഇതേ കണ്ട കലക്കനായിട്ട് കൂമ്പെടുത്തു. ഈ കൊല്ലം അതുമ്പോൾ നന്നായി ഉണ്ടായി തന്നെയാ. മുഴുവൻ കേടു വന്നതാ. ഇനിതാ ഇനി ഇതെവിടുത്തെ ഫിലോസാൻ, മുടി മിസ്റ്റർ ഫിലോസാൻ. അടിപൊളിയായിക്കോ. പോയി മുടി വെട്ടിയിട്ട് വാ. 2 ദിവസം കഴിഞ്ഞാൽ കോഴിക്കാട്ടൊക്കെ തരുന്നുണ്ട്. അവക്കാടോ ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ വളമിട്ട് കൊടുത്തതാ. ഇനി സരിതര കാപ്പി കിട്ടി കഴിഞ്ഞാൽ നിർത്താം. കാപ്പി വൈകുന്നേരം പതിവില്ലല്ലോ മോനെ. എന്നാലും ഉണ്ടാക്കി എനിക്ക് നിന്റെ ഇതിനെ ആക്കണ്ടിട്ട് ഞാൻ ഒരെണ്ണം തടാൻ വെക്കണ്ടിട്ട് അതിന്. എൻ്റെ ഇതിന് അരിനെല്ലിക്ക് വെക്കുന്നുണ്ട്. അതിനാവശ്യമുണ്ടാ? അത് വെക്കും. അതിന് നന്നായി നോക്കും എന്നുള്ളതാണ് എൻ്റെ വാശി. എല്ലാം പിന്നെ ഇതിനെ വയ്ക്കണം, ഇവർക്കൊക്കെ വയ്ക്കണം, ഇതിനൊക്കെ വയ്ക്കട്ടെ. ഞാൻ അവിടെ പൂവേണ്ട നിറച്ചിട്ട് ഇതിന് വയ്ക്കണം, ഈ മാവിന് വയ്ക്കണം, ഇവർക്കൊക്കെ വയ്ക്കണം. ഈ റംബുട്ടാന് മാത്രം നമ്മൾ പ്രൂണിങ് നടത്തുന്നില്ല. ഇവന് അവിടെ 5-6 ഉണ്ടായിട്ടുള്ളൂ, പ്രൂണിങ് നടത്തുന്നില്ല. അപ്പോൾ ഇതുമേ നല്ല പോലെ ചില്ലകളുണ്ടായിട്ട് അടുത്ത പോലെ നന്നായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ അല്ലേ? ഇതിനൊക്കെ കട്ട വയ്ക്കണ്ട. അതിന് വയ്ക്കണം.
അതിന് വെച്ചാൽ ഭംഗി ഉണ്ടാവുള്ളൂ. അവിടെ നിറയെ പൂവുണ്ടായിക്കണത്. അപ്പോൾ കട്ട വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് വളമിട്ട് കൊടുക്കാനൊക്കെ അതിന് സൗകര്യമാണ്. കാപ്പിൻ്റെ കറി ഞാൻ കൈയും കാലം കേട്ടോ. അത് കുളിക്കണം, എനിക്ക് കാപ്പി കുടിച്ചിട്ട് കുളിക്കാൻ വെച്ചിട്ടാ. സരിത കാപ്പി കൊണ്ടുവരുന്നത് നോക്കിയിരിക്കുക. നല്ല വൃത്തിയായിട്ട് അവിടെ വെക്കുക. എല്ലാത്തിനും കട്ടകൾ വെച്ചപ്പോഴേ നല്ല ഭംഗിയായി. നനയ്ക്കണ്ടേ വളമിട്ടിട്ട്? അതൊന്നും മഴ പെയ്യും. അതിന് അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. അല്ല ഇന്നലെ രാവിലെ തൊട്ട് മഴ പെയ്തിട്ടില്ല. അത് ഇന്ന് രാത്രി എന്തെങ്കിലും മഴ പെയ്യും. അങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ട കാപ്പി. നല്ല രസമായില്ലേ ഇവിടെ സ്ഥലം? ഭംഗിയില്ലേ ഇവിടെ? എല്ലാം നല്ല രസമായി. അതെ. നീ ഈ റംബൂട്ടാൻ്റെ മുകളിലേക്ക് ഞാൻ ഇടയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും ഇവിടെ മുന്നേ എങ്ങനെയാ കിടന്നോടുന്നതെന്നുള്ളതേ. അതിങ്ങനെ ചിന്തിക്കും എങ്ങനെയാ കിടന്നോടുന്ന ഇവിടെയൊക്കെ. ഇപ്പോൾ വന്ന മാറ്റം പ്രത്യേകിച്ച് ബാക്ക് ഭാഗമൊക്കെ. പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് നോക്കി നിൽക്കാൻ ഭയങ്കര രസമാണ്. എന്തോരം സമയം വേണമെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കാം മഴ പെയ്യണത്. അത് ശരിയാ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനവിടെ ബാക്കിൽ തിണ്ണയുമ്പോൾ ഒന്ന് ഇടിവെട്ടൊന്നുമില്ലെങ്കിൽ കുറേ സമയം ഇരിക്കും നോക്കിയിട്ട്. രഘു കായ പടല കൊണ്ടല്ലേ രണ്ടവിടേക്ക് പോയതാ. ഞാൻ കൊടുത്തിട്ട് വേഗം വായോട്ടാ മുടി വെട്ടണം എന്ന് പറഞ്ഞതാ. വരുന്നുണ്ടോ നോക്കിയാ. നമ്മുടെ ഈ ജൈവ കൊല എന്നുള്ള പടലകളെ കൊടുക്കണ കൊണ്ടുപോയിട്ട് സജീന് കൊടുത്തു, അല്ലാന്ന് കൊടുത്തു. ഇനി അവനെ മുടി പോലീസ് കട്ട് വെട്ടണം നിർബന്ധമാണ് അവിടെ സെന്റ് തോമസിൽ. മുടി നീട്ടി വളർത്താൻ പാടില്ല. ജഗ് വന്നു, ഗേറ്റ് തുറന്ന് ശബ്ദം കിട്ടു. ചാർലി ശ്രദ്ധിച്ചു. അലർട്ട്. അവന് മനസ്സിലായി, ആളെ മനസ്സിലായി. ഇവിടുന്ന് ഓട്ടം കിട്ടി. ജഗ്ഗു ആണെന്ന് മനസ്സിലായി. നോക്കില്ലേ, ആൾക്ക് മനസ്സിലായി. ജഗ്ഗു മുടി വെട്ട് പോയിട്ട് താല്പര്യമില്ലേ മുടി വെട്ടാൻ? അതിപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. മുടി വെട്ടാന്ന് പറഞ്ഞ ഭ്രാന്ത് തന്നെ കാര്യമാണ്. അവർക്ക് മുടി വളർത്തണം. എന്നിട്ട് വീണ്ടും കയ്യില് പറയാ ഇത് പഴം ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോയില്ലല്ലോ. നേന്ത്രക്കായ അങ്ങോട്ട് കൊടുത്തപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടി? എന്തിട്ട് പറയാ? ഞാലിപ്പൂനാവും. അതെ, ഞാലിപ്പൂവൻ. നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം കഴിച്ചോ. ഞാലിപ്പൂനല്ലത്, സാധാരണ പോകുമ്പോഴാ. അതെ, പൂവനാ. ഒരു പഴം എനിക്ക് എടുത്തു. അല്ല, നീ കഴിച്ചോ? വേണ്ട, കഴിച്ചോ. നിനക്ക് കാപ്പി വേണോ? വൈ ട്രോമയാവും, ഛർദി ഒന്നുകൂടി. നിർത്താം. നമുക്ക് നാളെ കാണാം കേട്ടോ. കുളിക്കണ്ട? നമുക്ക് കുളിച്ചണ്ടേ?